good morning dear students. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ തേർഡ് ആണ് കേട്ടോ, തേർഡ് പാർട്ടാണ്. അപ്പോൾ ഇതുവരെ നമ്മൾ ഫസ്റ്റ് പാർട്ട് ഇതേ ഹെഡിങ് തന്നെ നമ്മൾ എന്ത് ചെയ്തു, ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു, ഇതേ ഹെഡിങ് 2 സെക്കൻഡ് പാർട്ട് കഴിഞ്ഞു, ഇതേ ഒരു തേർഡ് പാർട്ടും കഴിഞ്ഞു. തേർഡ് പാർട്ട് ഒക്കെ ഒരേ ഹെഡിങ് ഒന്ന് തന്നെ ആണെങ്കിലും കണ്ടന്റ് ചെറുതായിട്ടൊരു വ്യത്യാസമുണ്ട്. കാരണം ഓരോരോ ലോസും അതിൻ്റെ പ്രോഫിറ്റ് ബെനിഫിറ്റ്, ബിസിനസ് എന്താണ്, അവോക്കേഷൻ എന്താണ്, പ്രൊഫഷൻ എന്താണ്, ബിസിനസ്സും പ്രൊഫഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണ്, അതിൻ്റെ സിമിലാരിറ്റി എന്താണ്, അങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഓരോരോ പാർട്ടും കവർ ചെയ്ത് പോകുന്നത്. അറ്റ് ലാസ്റ്റ് നമുക്ക് ഒരു തേർഡ് മീൻസ് മൂന്നാമത്തെ പാർട്ടാണ് നമ്മൾ ഇതിലേക്ക് വരുന്നത്. ഏതാണ്? ഇൻകം തന്നെയാണ്. ഇൻകം ഫ്രം പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ. ഇത് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ വേറൊരു സൈഡായിട്ട് എന്താ പറയുക, ഒരു എസ്സേ പോലെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത് ഓർമ്മ ഉണ്ടോ നിങ്ങൾക്ക്? അതായത് PGBP എന്ന് പറഞ്ഞൊരു ഭാഗം നമ്മൾ കവർ ചെയ്തൂല്ലേ. PGBP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു നിങ്ങൾ അത് അറ്റൻഡ് ചെയ്യാതെ പോകരുത്, എക്സാമിന് ക്വസ്റ്റ്യൻ ഒക്കെ വന്നാൽ അറ്റൻഡ് ചെയ്യാതെ പോകരുത്. കാരണം അതെന്ത് തന്നെയാണ്, പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഓഫ് ബിസിനസ് ഓർ പ്രൊഫഷൻ്റെ ഷോർട്ട് ഫോം ആണ് PGBP. ഓക്കെ, അതനുബന്ധിച്ച് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. പിന്നെ മീൻസ് വേറൊരു കാര്യം പറഞ്ഞതും നിങ്ങൾ മറന്നു പോകരുത്, ടേബിൾസിലെ ഇപ്പോൾ കുറേ ടേബിൾസ് കണ്ടന്റ്, അതായത് കാൽക്കുലേഷൻ അല്ലാത്ത പോയിന്റ് ബേസ് ടേബിൾസ് കുറേ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം മിസ് അതിൻ്റെയൊക്കെ ടേബിളിൻ്റെ സെക്ഷനും 930, 330 അല്ലെങ്കിൽ 4 സെക്ഷൻ A എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ സെക്ഷനും മിസ് പറഞ്ഞിരുന്നുണ്ട്. ആ ടേബിൾ നിങ്ങൾ എന്ത് ചെയ്യുക, എന്തായാലും ഒന്ന് കവർ ചെയ്ത് പോവുക. ഇനിയിപ്പോൾ നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്തെന്ന് കാരണം നിങ്ങൾക്ക് അത് മാത്രം കാണണമെങ്കിൽ എന്ത് ചെയ്യുക, സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതുമാണ്. ഓക്കെ, നമ്മൾ നോട്ട്സ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് എക്സാമിനോട് അനുബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ടോ മറ്റോ ക്ലിയർ ചെയ്യുമ്പോൾ നമ്മുടെ എക്സാം ഓറിയൻറ്റഡ് സെക്ഷനൊക്കെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ സെക്ഷനൊക്കെ വെക്കുന്നതാണ്. ആ സമയത്ത് നമുക്ക് എന്ത് ടേബിൾ ഒന്നും കൂടി റിവൈൻഡ് ചെയ്ത് പറയുമ്പോൾ മനസ്സിലാവും ചെയ്യും. അത് കൂടാതെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് തരുന്ന നോട്ടിൽ ഓരോ സെക്ഷൻ നോക്കുമ്പോൾ നിങ്ങൾ സെർച്ച് ചെയ്ത് നോട്ടിൽ പ്രൊവൈഡ് ചെയ്ത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇതിൽ നമ്മൾ ഫസ്റ്റ്, അതായത് തേർഡ് സെക്ഷനാണ്. ഇൻകം പ്രോഫിറ്റും ബിസിനസ്സും റിലേറ്റഡ് ആയിട്ട് തേർഡ് പാർട്ടാണ്. അതുകൊണ്ട് തന്നെ ബിസിനസ്സിൻ്റെ പിന്നെ അലവൻസും ഡിസ്അലവൻസും എന്തൊക്കെയാണ്, അതിൻ്റെ ഓരോ സെക്ഷൻ, നമ്മൾ കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, പിന്നെ അങ്ങനെയുള്ള എന്താ അഫിലിയേഷൻ ഉള്ളത്, അഫിലിയേഷൻ ഇല്ലാത്ത സെക്ഷൻ എന്താണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്പെസിഫിക് ഡിസ്അലവൻസസ് ആണ്. നേരത്തെ മിസ് പറഞ്ഞ പോലെ സ്പെസിഫിക് ഡിസ്അലവൻസ് എന്താണ്, മെയിൻ്റെനൻസ് ഓഫ് ബുക്സ് ഓഫ് അക്കൗണ്ട്, ഓഡിറ്റ്, അങ്ങനെയുള്ള പൊതുവേ പ്രാക്ടിക്കലി നമ്മൾ ജീവിതത്തിൽ ഫോളോ ചെയ്യേണ്ടതും. നിങ്ങൾ ഡിഗ്രി സ്റ്റുഡൻസ് ആണല്ലോ, അപ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ ലൈഫിൽ നല്ല എക്സ്പീരിയൻസും കാര്യങ്ങളും, അത് ചിലപ്പോൾ ജോലി ചെയ്യുന്ന സ്റ്റുഡൻസ് ഉണ്ടാവാം അല്ലേ. ഇപ്പോഴത്തെ പണ്ടത്തെ പോലെ ഒന്നല്ല, കുട്ടികൾ ഇപ്പോൾ എക്സാം ക്ലാസ് കഴിഞ്ഞിട്ട് പല ജോലികളും ചെയ്ത് അവനവൻ സ്വയം വിദ്യാഭ്യാസത്തിന് ഏൺ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ഷൻ നിങ്ങൾക്ക് കൈകാര്യം ചെയ്യുമ്പോൾ പല കുട്ടികളും അക്കൗണ്ട് സെക്ഷനിലൊക്കെ വർക്ക് ചെയ്യുന്ന ആഫ്റ്റർനൂണോ അല്ലെങ്കിൽ ഈവനിങ് പാർട്ട് ടൈം ജോബായിട്ട് ചെയ്യുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പം നിങ്ങൾക്കൊക്കെ എന്താണ് കൂടുതൽ ഈ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുമ്പം മനസ്സിലാക്കാൻ പറ്റുന്ന നല്ലൊരു പ്രാക്ടിക്കലി പെട്ടെന്ന് അവൈലബിൾ ആക്കാനും നിങ്ങൾക്ക് കൂടുതൽ ജോലി സാധ്യതയിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു പാർട്ട് തന്നെയാണ് ഈ 3 സെക്ഷനും നമ്മൾ ഡിസ്കസ് ചെയ്ത ഓരോ സെക്ഷനും അല്ലേ. ഗവൺമെൻറ് ടാക്സസും ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടുന്ന അലവൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിൽ ഒന്നാമത്തെ സ്പെസിഫിക് ഡിസ്അലവൻസ് ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് അലവൻസ് കാര്യങ്ങൾ മാത്രം നമ്മൾ ഇതുവരെ ഡിസ്കസ് ചെയ്യും. ഇനി നമുക്ക് ഡിസ്അലവൻസ് ആയിട്ട് എന്തൊക്കെ ഉണ്ടാവാം, അതായത് അലവൻസ് ഇല്ലാത്ത ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനു മുമ്പ് നമുക്ക് എന്താ ഇതിൻ്റെ ഒബ്ജക്റ്റീവ്സ് മിസ് ജസ്റ്റ് ഒന്ന് വായിക്കാം. നമുക്ക് ഈ തേർഡ് പാർട്ടിൽ BPPJ, അതായത് PGBP എന്ന് പറയുന്ന ഈ ഒരു സെക്ഷൻ്റെ ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്സ് നോക്കാം. എന്താണ് ഇതിൽ ഒബ്ജക്റ്റീവ്സ് പറയുന്നത്, എന്താ നോക്കാം. അതായത് ആഫ്റ്റർ സ്റ്റഡിങ് ദിസ് യൂണിറ്റ് യു ഷുഡ് ബി ഏബിൾ ടു എന്തൊക്കെ പഠിക്കാൻ പറ്റും, എക്സ്പ്ലെയിൻ ദ വേരിയസ് സ്പെസിഫിക് ഡിസ്അലവൻസ് ആസ് പെർ സെക്ഷൻ അല്ലെ. സെക്ഷൻ 43D, സെക്ഷൻ 43AB. പിന്നെ വേറൊരു കാര്യം, ഫുള്ള് സെക്ഷനാണ് ഈ 2-3 പാർട്ടായി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. 1961 ലോസ് മറന്നു പോയത്, ആ ലോസ് അതായത് എന്ത് ലോസ് ആയിരുന്നു ഓർമ്മ ഉണ്ടല്ലോ മക്കൾ, നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടല്ലോ ഡിയർ സ്റ്റുഡൻസ്, എന്തായിരുന്നു ലോസ്, നമ്മുടെ പിന്നെ ഇൻകം ടാക്സ് ഫിനാൻഷ്യൽ ആക്ട് ഇൻ 1961 അതിൻ്റെ കീഴിലുള്ള 1 to 22 സെക്ഷൻ വരെ നമ്മൾ ഡിസ്കസ് ചെയ്തു. 33 നമ്മൾ കഴിഞ്ഞ പാർട്ടിൽ ഡിസ്കസ് ചെയ്തു. നെക്സ്റ്റ് നമ്മൾ ഇതിൽ 43 എന്ന് പറഞ്ഞ ഒരു സെക്ഷനിലാണ് എന്ത് വരുന്നത്, സ്പെസിഫിക് ഡിസ്അലവൻസ് എന്ന് പറയും. എന്തൊക്കെയാണ് ഡിസ്അലവൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദെൻ കമ്പ്യൂട്ട് ഇൻകം അണ്ടർ ദ ഹെഡ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻസ് ഫ്രം പ്രൊഫഷൻ, അതായത് പ്രോഫിറ്റ് ആൻഡ് ഗെയിൻ പ്രൊഫഷൻ എന്ന് പറയുന്ന ഈ ഒരു പാർട്ടിൽ ഇൻകം കമ്പ്യൂട്ടേഷൻ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
നെക്സ്റ്റ് ഇൻട്രൊഡക്ഷൻ പറയുന്നത് എന്താ? വി ഡിസ്കസ് ദ മീനിങ് ഓഫ് ബിസിനസ് ഓഫ് പ്രൊഫഷൻ ബേസിസ് ഓഫ് ദ ചാർജിങ് ഇൻകം ടാക്സ്. അല്ലേ, ഇതുവരെ നമ്മൾ ഡിസ്കസ് ചെയ്ത എല്ലാം എന്താണ്? ഇൻകം ടാക്സ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ ചാർജിങ് ഇൻകം ടാക്സ് ഓൺ സോ മച്ച് ഇൻകം, ജനറൽ ഗൈഡ് ലൈൻസ് ഫോർ കമ്പ്യൂട്ടിംഗ് ബിസിനസ് ഇൻകം ഓർ പ്രൊഫഷണൽ ഇൻകം ആൻഡ് സ്പെഷ്യൽ ഡിഡക്ഷൻ ഓഫ് അണ്ടർ സെക്ഷൻ 330, അതായത് 30 to 37. ഓക്കെ, ഇൻകം സ്പെഷ്യൽ ഡിഡക്ഷൻ അലൗഡ്, അതായത് സെക്ഷൻ ഏത് സെക്ഷൻ പ്രകാരമാണ് ഡിഡക്ഷൻ കിട്ടുന്നത് നോക്കാം നമുക്ക്. അല്ലേ, ഡിഡക്ഷൻ, എന്ത് ഡിഡക്ഷൻ? ഇൻകം ഡിഡക്ഷൻ കിട്ടുന്നത് ഏത് ഭാഗമാണ് നോക്കാം നമുക്ക്. ഓക്കെ, ഏത് ഭാഗമാണ് നോക്കട്ടെ, മിസ് വായിച്ചുതരാം. ഇതിൽ എസ് എ ക്വസ്റ്റ്യൻ ഒക്കെ കറക്റ്റ് ജനറൽ ഡിഡക്ഷൻ വരുന്നുണ്ട്. ജനറൽ ഡിഡക്ഷൻ ആണ് എന്ത്? മിസ് ബോർഡിൽ എഴുതിയില്ല, ഒരു ജനറൽ ഡിഡക്ഷൻ വരുന്നുണ്ട്, അത് എസ് എ ആണ്. ജസ്റ്റ് മിസ് ഇവിടെ നോട്ട് ചെയ്യുന്നുണ്ട്. ജനറൽ ഡിഡക്ഷൻ, ജനറൽ ഡിഡക്ഷൻ എന്താണ്? ജനറൽ ഡിഡക്ഷൻ എസ് എ പറയുമ്പോൾ ഒരു 15 കറക്റ്റ് പോയിന്റ്സ്. മിസ് ഇവിടെ 15 പോയിന്റ് എഴുതുന്നത്, 50 പോയിന്റ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് വലിയൊരു എസ് എ ആണ് ഇത് ജനറൽ ഡിഡക്ഷൻ. ഓക്കെ, മിസ് പറഞ്ഞെന്നുള്ളൂ. മിസ് അതിന് മുമ്പ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിസ്അലവൻസ് ഏതൊക്കെയാണെന്നല്ലേ, എത്ര തരം ഡിസ്അലവൻസ് ഉണ്ട് നോക്കാം. ജനറൽ ഡിഡക്ഷൻ എത്ര ഉണ്ട് നോക്കാം. പിന്നെ അതർ ഡിഡക്ഷൻ ഉണ്ട്. ദെൻ അമോർട്ടിസൈഷൻ ഓഫ് സർട്ടൻ പ്രിലിമിനറി എക്സ്പെൻസ്. എക്സ്പെൻസ് എന്നൊക്കെ അറിയാം, ചിലവ് അല്ലേ, നമുക്ക് ഉണ്ടാവുന്ന ചിലവുകൾ, എക്സ്പെൻഡിച്ചേഴ്സ്. ഇനി ഈ ബിസിനസ് ഇല്ലസ്ട്രേഷൻ കൊടുത്തിട്ടുണ്ട്. ഇതിൽ മിസ് വായിച്ച് നിർത്തിയത് ഇൻട്രൊഡക്ഷൻ ഒബ്ജക്റ്റീവ്സ് നമ്മൾ മിസ് വായിച്ചില്ലേ? എക്സ്പെൻഡിച്ചർ ഓഫ് സയൻറ്റിഫിക് റിസർച്ച്, അതൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത ഭാഗങ്ങളല്ലേ. ഇതിൽ ഓക്കെ കിട്ടി. സ്പെസിഫിക് അലവൻസ് ഓഫ് അണ്ടർ ദി ആക്ട്. ഏത് ആക്റ്റാ? നമുക്കറിയാം 61 ആക്ടിലാണ് എന്ത് പറഞ്ഞത്? സ്പെസിഫിക് ഡിസ് അലവൻസസ് ഓഫ് അണ്ടർ ദി ആക്ട്. ദ ഫോളോയിങ് എക്സ്പെൻസ് ഗിവൺ ബൈ സെക്ഷൻ 4040A, അതായത് 40A, സെക്ഷൻ 40A ആൻഡ് 43A refers disallowed by the act while computing income chargeable on the head of profit and gains of business or profession. They are over in the nature which provides that if an expenditure or allowance comes within purview of any of the section 30 to 37 as well as section 40. ഓക്കെ, അപ്പോൾ 32 to 34 ഓർ 43 സെക്ഷൻ വരെയുള്ളത് സെക്ഷനിൽ പറയുന്നത് എന്താ? സ്പെസിഫിക് അലവൻസിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഓക്കെ, നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ, ഇതിലൊരു ടേബിൾ ഉണ്ട്. ഇത് നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് സെർച്ച് ചെയ്ത് അല്ലെങ്കിൽ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് നോക്കുക കേട്ടോ. ഡൗട്ട് വരുന്നത് നമുക്ക് മിസ് പറഞ്ഞല്ലോ, പ്രൊവൈഡ് ചെയ്യുമ്പോൾ നോട്ടൊക്കെ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ നിങ്ങളൊന്നും കൂടി നമുക്ക് എക്സാം ഓറിയൻറ്റഡ് ക്ലാസ് ഒന്നെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നും കൂടി നോക്കാം. അതായത് ടേബിൾ 11 to 1 ആണ്. 11 to സ്പെസിഫിക് ഡിസ്അലവൻസ് എന്ന് പറയുന്ന ടേബിൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കുറച്ച് മിസ് വായിച്ചത് അതിൽ എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ഒരു ബോക്സിൽ എന്താ കൊടുത്തത്? നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ് ഡിസ്അലവൻസും കൊടുത്തിട്ടുണ്ട്. അതെന്താന്ന് പറയും, എന്തൊക്കെയാണ് ചെലവുകൾ, അതിൽ ഡിസ്അലവൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ ചെലവുകൾ വരുന്നത് എന്താ? നേച്ചർ ഓഫ് എക്സ്പെൻഡിച്ചർ ഏതൊക്കെയാണ്? ഇൻട്രസ്റ്റ് വരും, റോയൽറ്റി ആയിട്ട് എടുക്കും. എങ്ങനെയൊക്കെ എടുക്കും? ഇൻട്രസ്റ്റ് പലിശ ആയിട്ട് എടുക്കും, റോയൽറ്റി എന്ന് പറഞ്ഞ സംഭവമായിട്ട് എടുക്കും, ഫീസ് ആയിട്ട് എടുക്കും, ഫീസ് ഫോർ ടെക്നിക്കൽ സർവീസ് ആയിട്ട് എടുക്കും, പേയബിൾ ഔട്ട്സൈഡ് ഇന്ത്യ, പേയബിൾ ടു നോൺ റെസിഡൻസ്. പേയബിൾ അതും പേ ആണല്ലോ. പേ മീൻസ് നമ്മൾ അടയ്ക്കുന്ന അടവ്. അതെങ്ങനെ? നോൺ റെസിഡൻസ് ഏരിയയിൽ ഇന്ത്യ, അതായത് ഇന്ത്യ ഔട്ട്സൈഡ് ഇന്ത്യ, പുറത്ത് താമസിക്കുന്നവർ എന്താണ്? പേയബിൾ ടു നോൺ റെസിഡൻസ് ഏരിയയിൽ നിന്ന് എടുക്കും. ഇതൊക്കെ ഡിസ്അലവൻസ് ആവുന്നത് എങ്ങനെ നോക്കാം. കണ്ടീഷൻസ് ഓഫ് ഡിഡക്റ്റിംഗ് TDS ബൈ ആക്സിസീസ് എന്താ നോക്കാം നമുക്ക്. ഇൻട്രസ്റ്റ്, ലോയൽറ്റി, ദെൻ എമൗണ്ട് ഓഫ് ചാർജബിൾ ടു ടാക്സ് ഇൻ ഇന്ത്യ ഓഫ് ഹാൻഡ്സ് ഓഫ് റിസാപ്പിൻ, എമൗണ്ട് ഓഫ് പെയ്ഡ് പേയബിൾ ടു നോൺ റെസിഡൻറ്റ്. ഇഫ് ദർ ഇസ് എ ഡിഫോൾട്ട് ഓഫ് ഡിഡക്റ്റിംഗ് ആഫ്റ്റർ പേയ്മെന്റ് ബി പെയ്ഡ് ഫോർ ബിഫോർ ദ ഡ്യൂ ഡേറ്റ് ഓഫ് സ്പെസിഫൈഡ് ഇൻ 139 സെക്ഷൻ.
However, in later, tax is deducted any subsequent previous year or deducted during previous year but paid for due date. അല്ലേ, അത് ഡ്യൂ ഡേറ്റ്, അതിപ്പോൾ എന്തായാലും അങ്ങനെ തന്നെ നോക്കുള്ളൂ. നമ്മൾ ഡ്യൂ ഡേറ്റ് കഴിഞ്ഞതും കഴിയാത്തതും കഴിഞ്ഞ സ്പെസിഫിക് ആയിട്ട് അത് നോക്കിയിട്ട് എന്ത് ചെയ്യുള്ളൂ, അവർക്ക് ടാക്സ് കൊടുക്കണോ വേണ്ടോ, അലവൻസ് ഉണ്ടോ, ഡിസലവൻസിലേക്കാണോ എന്നൊക്കെ നമുക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് സെക്ഷൻ നമുക്കിതിൽ ഡിസ്കസ് ചെയ്യാനുള്ളത് next is maintenance of book and account becomes compulsory. Maintenance of account book, മെയിൻ്റെനൻസ് ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട് ബിക്കംസ് കമ്പൽസറി. ഇതാണ് സ്പെസിഫിക് ഡിസലവൻസ് കഴിഞ്ഞിട്ട് നമുക്ക് മെയിൻ്റെനൻസ് ഓഫ് ബുക്ക് ഓഫ് അക്കൗണ്ട്. നമുക്കറിയാം ഗവൺമെൻറ് ജീവനക്കാർ വർക്ക് ചെയ്യുമ്പോൾ അവർക്ക് എന്തുണ്ടാവും, ഒരു സിസ്റ്റമാറ്റിക്കലി അവരെന്തായിരിക്കും എല്ലാം റെഡി ആയിരിക്കില്ല. അതിന് പ്രൊസീജിയർ അല്ല റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങനെ തന്നെ വരാൻ പറ്റും. കാരണം ഇവർക്ക് ഒരു റെക്കോർഡ് ഉണ്ടാവും, സൈൻ ചെയ്യാനുണ്ടാവും, ഇവർ വന്നതുണ്ടാവും, പ്രസൻറ്റ് ഉള്ളതുണ്ടാവും, ഇവർ ലീവ് ഉള്ളതുണ്ടാവും, ഇവർക്കുള്ള ബോണസോ ബെനിഫിറ്റ് അതൊക്കെ ഇവർക്കായിട്ടൊരു സെക്ഷൻ തന്നെ ഉണ്ടാവും. അത് കൊടുക്കുന്ന എ പേഴ്സൺ ക്യാരിങ് എ സ്പെസിഫൈഡ് പ്രൊഫഷൻ, ഏത് പ്രൊഫഷൻ അത് എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ ആവട്ടെ, ടീച്ചിങ് പ്രൊഫഷൻ ആവട്ടെ, ഇനിയിപ്പോൾ അത് പിന്നെ മെഡിക്കൽ ഫീൽഡിലോ അല്ലെങ്കിൽ എന്ത് തന്നെ ആയാലും അല്ലേ, ഒരു വേറെ പല പ്രൊഫഷൻ ആയാലേ പേഴ്സൺ ക്യാരിങ് എ സ്പെസിഫൈഡ് സെക്ഷൻ 44A എന്ന് പറയുന്ന സെക്ഷനോടനുബന്ധിച്ച് സച്ച് എ ലീഗൽ ആൻഡ് ലീഗൽ ആവട്ടെ. എക്സാമ്പിൾ കൊടുത്തത് ഏതൊക്കെ സെക്ഷനാണ്, ലീഗൽ സെക്ഷൻ ആവട്ടെ, മെഡിക്കൽ സെക്ഷൻ ആവട്ടെ, എഞ്ചിനീയറിംഗ് ആവട്ടെ, ആർക്കിടെക്ചർ ആവട്ടെ, അക്കൗണ്ടൻസി ആൻഡ് ടെക്നിക്കൽ കൺസൾട്ടൻസി ആയാൽ, ഇന്റീരിയർ ഡെക്കറേഷൻ ആവട്ടെ, അൺഓതോറൈസ്ഡ് റെപ്രസെൻറ്റേറ്റീവ് ആൻഡ് ഫേം, ആർട്ടിസ്റ്റ് ആവട്ടെ, കമ്പനി സെക്രട്ടറി ആവട്ടെ, ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി, എനി അതർ പ്രൊഫഷൻ, ഏത് പ്രൊഫഷൻ എടുത്താലും എന്തുണ്ട് സിസ്റ്റമാറ്റിക്കൽ ഒരു ഓർഡർ ഉണ്ടാവും. അവർക്ക് സൈൻ ചെയ്യാനും അവർ ലീവ് എടുക്കുന്നതും അവിടെ പേഴ്സണൽ ആയിട്ടുള്ള സംഭവങ്ങളുള്ള ഒരു റെക്കോർഡ് അവിടെ കീപ്പ് ചെയ്യും. ഈ നോട്ടിഫൈഡ് ബൈ ദ ബോർഡ് ഓഫ് ഒഫീഷ്യൽ ഗസറ്റ്, അതെന്നെ ബൈ ബോർഡ് ഓഫ് ഒഫീഷ്യൽ ഗസറ്റിൽ അതുണ്ടാവില്ല. എങ്ങനത്തെ ബോർഡിലുണ്ടാവും, ഒരു ഒഫീഷ്യലി ഗസറ്റഡ് ആയിട്ട് ബോർഡ് ഉണ്ട്, അതിന് കീഴിലാണ് ഇതൊക്കെ ഉണ്ടാവുക. And to maintain such book of account of documents as may be enabled to assessing officer compute of the income of accordance with the provisions of Income Tax Act. അപ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം തന്നെ ഇതിൻ്റെ സിസ്റ്റമാറ്റിലേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട്. റൂൾ ഓഫ് പ്രിസ്ക്രൈബ് ബുക്സ് ഓഫ് അക്കൗണ്ട് മെയിൻറ്റെയിൻ ബൈ സച്ച് ആക്സസ് ബുക്സ് ആർ ക്യാഷ് ബുക്ക്, ജേണൽ, ലെഡ്ജർ, കാർബൺ കോപ്പി ഓഫ് ബിൽ, ഒറിജിനൽ ബിൽ, വൗച്ചർ. എക്സാമ്പിൾ ആണ് കൊടുത്തത്. ഒരു ഒഫീഷ്യലി സിസ്റ്റമാറ്റിക് ആവുന്ന അതൊരു കമ്പനി ആവാം, മെഡിക്കൽ ഫീൽഡ് ആവാം, ഇപ്പോൾ ഏത് പ്രൊഫഷൻ ആയാലും അവിടെ മിനിമം ഇതിലൊക്കെ പല ഡിഫറൻസ് ആയിട്ടുള്ള ബില്ലുകളുണ്ടാവും. അതിന് എക്സാമ്പിൾ കൊടുത്തത് എന്താണ്, ക്യാഷ് ബുക്ക് ഉണ്ടാവും, ജേണൽസ് ഉണ്ടാവും, നെക്സ്റ്റ് ലെഡ്ജർ ഉണ്ടാവും, പിന്നെ എന്തുണ്ടാവും, കോപ്പി ഓഫ് ബില്ല് ഉണ്ടാവും, കാർബൺ കോപ്പി ഓഫ് ബില്ല് ഉണ്ടാവും, ഒറിജിനൽ ബില്ലിസ് ഉണ്ടാവും, വൗച്ചറൊക്കെ ഉണ്ടാവും. ഇൻ കേസ് ഓഫ് പേഴ്സൺ ക്യാരിങ് ഓൺ മെഡിക്കൽ പ്രൊഫഷൻ ആൻഡ് അഡീഷൻ ടു അബവ് ബുക്സ് ഡെയിലി കേസ് രജിസ്റ്റർ ഫ്രം 3C and inventory under board head of the first last day of previous year and a book of kept of principal place of provision and to maintain for 6 years from end of relevant assessment of year. അതായത് 6 years, ഒരു 6 മാസമാണ് അവിടെ മാക്സിമം ഒരു ഗവൺമെൻറ് ലീഗലി അവർക്കൊരു ടൈം. 6 മാസത്തിന് അത് ജോയിൻ ചെയ്ത് ഏത് പ്രൊഫഷനിലാണെങ്കിലും ജോയിൻ ചെയ്ത് 6 മാസത്തിൻ്റെ ഇടയിൽ തന്നെ ഇതെല്ലാം എന്തായിരിക്കണം, സിസ്റ്റമാറ്റിക്കലി ഓർഡർ ആവണം. അത് ഡേറ്റ് ഓഫ് ജോയിനിങ് ഒക്കെ ഉണ്ടാവും, അവരുടെ ബർത്ത് ഡേറ്റ്, അങ്ങനെയുള്ള ഒഫീഷ്യലി കുറേ കാര്യങ്ങൾ. ഒരാൾ ജോലിയിലേക്ക് പ്രവേശിക്കും, അവർക്ക് അവരുടേതായ റെക്കോർഡുകൾ ഉണ്ടാവും, ജേർണൽസ് ഉണ്ടാവും, അവർ ജോലി ചെയ്യുന്ന സംഭവങ്ങൾ, അങ്ങനെ അവർക്ക് അവരുടേതായ പേഴ്സണലി റെക്കോർഡ്സൊക്കെ അവരെന്ത് ചെയ്യണം, കീപ്പ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. പേഴ്സൺ ക്യാരിങ് എ നോൺ സ്പെസിഫിക്കഡ് പ്രൊഫഷൻ, അതായത് ഇനിയിപ്പോൾ ഒരു പേഴ്സൺ നോൺ സ്പെസിഫൈഡ് പ്രൊഫഷനിലാണെങ്കിൽ അത് 44A അങ്ങനത്തെ ഒരു സെക്ഷനിൽ പറഞ്ഞത് എന്താണ്, ഷാൽ മെയിൻറ്റെയിൻ ബുക്സ് ഓഫ് അക്കൗണ്ട് ഓഫ് ഫോളോയിങ് കേസസ്. അവരുടെ അക്കൗണ്ട്സ്, അതായത് സാലറി, അലവൻസ്, അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്, അതൊക്കെ അവരും റെക്കോർഡ് പേഴ്സണലി കീപ്പ് ചെയ്യണം. ഓക്കെ, കമ്പൽസറി ഓഡിറ്റ് ഓഫ് അക്കൗണ്ട്. പിന്നെ എന്ത്, നമ്മൾ അക്കൗണ്ട് ഓഡിറ്റ് ചെയ്യും. നമുക്കറിയാം ബാങ്ക് ബേസ് നോക്കുമ്പോൾ ഓഡിറ്റ് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലേ. ബാങ്കിലൊക്കെ ഓഡിറ്റ് ഉണ്ടാവും, അതായത് നമുക്കറിയാം എക്കണോമിക് ഇയറിൽ ഒരു ഫെബ്രുവരി മാർച്ചിലാണ് അധികം ഉണ്ടാവുക. അപ്പം ഓഡിറ്റ്, നമുക്ക് ആ ഓഡിറ്റിൻ്റെ സമയത്ത് കസ്റ്റമേഴ്സൊക്കെ എന്ത് ചെയ്യും, കസ്റ്റമേഴ്സിനൊക്കെ ജസ്റ്റ് ബാങ്ക് ജീവനക്കാർ പകുതി ഷട്ടറൊക്കെ താഴ്ത്തിരുന്നൊരു സംഭവം നിങ്ങൾക്കറിയാം, അവരുടെ ഓഡിറ്റ് നടക്കുകയായിരിക്കും. അപ്പോൾ അത് എക്കണോമിക് ഇയറിൽ ഓഡിറ്റ് നടക്കുന്നത് പോലെ എല്ലായിടത്തും ഉണ്ടാവും. ബാങ്ക് മാത്രമല്ല, നിങ്ങൾക്ക് മനസ്സിലാവാൻ മീൻസ് ബാങ്ക് എന്ന് പറഞ്ഞത് ബാങ്ക് മാത്രമല്ല, പൊതുവേ എന്താണ്
നമ്മളെ നേരത്തെ പറഞ്ഞ മെഡിക്കൽ എല്ലാ പ്രൊഫഷനും ഏത് കമ്പനി ആയാലും ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരു ഓഡിറ്റ്, ഒരു സിസ്റ്റമാറ്റിക് ഒരു അക്കൗണ്ട് കീപ്പ് ചെയ്യും. അതിന് റെക്കോർഡ്സ് ഉണ്ടാവും, ജേർണൽസ് ഉണ്ടാവും, അതിന് വൗച്ചർ ഉണ്ടാവും, ബില്ല് ഉണ്ടാവും. ഇതൊക്കെ എന്ത് ചെയ്യും അവർ അനലൈസ് ചെയ്ത് അതിലെന്തെങ്കിലും തെറ്റോ എന്തെങ്കിലും പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ ആ ഓഡിറ്റിൻ്റെ അർത്ഥം എന്താ, അവർ എവിടെയെങ്കിലും മിസ്റ്റേക്ക് വന്നിട്ടുണ്ടോ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ അവരെന്ത് ചെയ്യും കറക്റ്റായിട്ട് കാൽക്കുലേഷൻ ചെയ്ത് കറക്റ്റാക്കി കൊടുക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്തമാണ്? ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഉത്തരവാദിത്തം. അത് ബാങ്ക് ആവാം, അതൊരു മെഡിക്കൽ ഫീൽഡ് ആവാം, എന്തെങ്കിലും കമ്പനി ആവാം, ഫാക്ടറി, എന്ത് ആയാണെങ്കിലും ഏത് പ്രൊഫഷനിലും അത് ഓഡിറ്റിംഗ് നിർബന്ധമാണ്. അപ്പോൾ ഇത്രയും 3 കാര്യം, ഇതിപ്പോൾ ചെറിയൊരു പാർട്ടാണ് നമ്മൾ ചെയ്തത്.